ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് രാത്രികാലങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ്. സാധാരണ നമുക്ക് പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും അതിനെ പൊതുവെ വിളിക്കുന്നത് ചില ലക്ഷണങ്ങളെ മോർണിംഗ് സിക്നസ് എന്നാണ്. അതായത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങളാണ് ഈ മോർണിംഗ് സിക്നസ്സിൽ പെടുന്നത്. നമുക്ക് തലകറക്കം, ഹാർട്ട് ബേൺ, അതുപോലെ ഛർദ്ദിൽ, ഇതെല്ലാം മോർണിംഗ് സിക്നസ്സിൽ പെടുന്നവയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏർലി സ്റ്റേജിൽ ഹോർമോൺ ഏറ്റവും കൂടുതൽ ശരീരത്തിൽ ഉണ്ടാവുന്നത് രാവിലെ ടൈമിലായിരിക്കും. നമ്മളിപ്പോൾ ഡീപ്പായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞ് ഫ്രഷ് ആവുന്ന സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ആ ഒരു ഹോർമോണിന്റെ ഹൈക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് പലർക്കും മോർണിംഗ് സിക്നസ് പ്രഗ്നൻസി ടൈമിൽ ഭയങ്കര വേഴ്സ് ആയിട്ട് തന്നെ അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ആ ഒരു കാറ്റഗറി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ സിക്നസിന് മോർണിംഗ് എന്നോ ഈവനിംഗ് എന്നോ നൈറ്റ് എന്നോ അങ്ങനെയുള്ളൊരു വ്യത്യാസമൊന്നുമില്ല. പല ആളുകൾക്കും പല പ്രഗ്നൻസി ലക്ഷണങ്ങളും പല സമയത്തായിട്ടും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ രാത്രി സമയങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഈവനിംഗ് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള 3 പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ പറയുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്റ്റഡ് പീരീഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കുക കേട്ടോ. ആ പോകുന്ന രക്തത്തിന്റെ അളവ് എത്രത്തോളം ആണെന്നതും കൂടി നിങ്ങൾ മോണിറ്റർ ചെയ്യണം. പ്രീവിയസ് മന്തിനെ അപേക്ഷിച്ച് പോകുന്ന രക്തത്തിന്റെ അളവ് വളരെയധികം കുറവാണെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ചില ആളുകൾക്ക് പ്രഗ്നൻസി ആകുമ്പോൾ തന്നെ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടോ അല്ലെങ്കിൽ കെമിക്കൽ പ്രഗ്നൻസീസോ എക്ടോപിക് പ്രഗ്നൻസീസിന്റെ എന്തെങ്കിലും ലക്ഷണങ്ങളോ ആയിട്ടോ നമുക്ക് ഇത്തരത്തിൽ ചെറുതായിട്ടുള്ള സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ഒക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സംശയാസ്പദമായിട്ട് സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ നിങ്ങൾക്ക് പീരിയഡ്സിന്റെ ഡേറ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്തും ഒരു 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇതിനോടകം ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. അതിൽ ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞിട്ടുള്ള സക്സസ് സ്റ്റോറീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് അപ്ലോഡ് ചെയ്യാനായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സ് ആണ് ഫോളോ ചെയ്തതെന്ന് നിങ്ങൾ ആ കമന്റ്സ് നോക്കി മനസ്സിലാക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾക്ക് ഈസിലി ഫോളോ ചെയ്യാൻ കഴിയുന്ന ഒരു ടിപ്പ് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തെടുത്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്ന രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണത്തിൽ ഏറ്റവും ആദ്യത്തേതാണ് നമ്മുടെ ശരീരം ഭയങ്കര ചൂടായിട്ട് അനുഭവപ്പെടുക. വേനൽക്കാലങ്ങളിൽ പകൽ സമയത്ത് നമ്മുടെ ശരീരം ഭയങ്കര ചൂടായിട്ട് അനുഭവപ്പെടാറുണ്ട്. പക്ഷെ ഇപ്പോൾ വേനൽക്കാലമാണോ മഴക്കാലമാണോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ആ രീതിക്കാണ് മഴയും വെയിലും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പല ആളുകളും പ്രഗ്നന്റ് ആകുകയാണെങ്കിൽ അവർക്ക് ഇത്തരത്തിൽ ശരീരത്തിൽ ഭയങ്കരമായിട്ട് ചൂട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ചില ആളുകളുടെ ബോഡി എന്ന് പറയുന്നത് ഓൾറെഡി ചൂടുള്ളൊരു ശരീരമാണ്, ഇടക്കിടക്ക് വേർത്തുകൊണ്ടിരിക്കുന്ന ഒരു ശരീരമാണ്. പക്ഷെ നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിയുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഈ ലക്ഷണം കാണുന്നവർക്കും ഏറ്റവും കൂടുതൽ ചൂട് രാത്രി ഉറങ്ങുന്ന സമയത്തായിരിക്കും അനുഭവപ്പെടുന്നത് കേട്ടോ. എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഏറ്റവും കൂടുതൽ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. AC ഇട്ടാലും ഫാൻ ഇട്ടാലും ഒന്നും തണുപ്പ് പറ്റാത്ത ഒട്ടും പിന്നെയും ശരീരം ചൂടായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതെന്ന് ഏറ്റവും ആദ്യം നോക്കാം. ഫസ്റ്റത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മുടെ ഈസ്ട്രജൻ ഹോർമോണിന്റെ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഒരു ഇൻക്രീസ് ആണ്. പ്രൊജസ്ട്രോൺ ഹോർമോൺ നോർമലി അത് എടുക്കുന്നവർക്ക് അറിയായിരിക്കും, അതിന്റെ സപ്ലിമെന്റ്സ് എടുക്കുന്നവർക്ക് അറിയായിരിക്കും ശരീരം ഭയങ്കരമായിട്ട് ചൂടാകാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്ക് നല്ലപോലെ നമ്മൾ വേർക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ ഈസ്ട്രജൻ കൂടുമ്പോൾ അങ്ങനെ നമ്മൾ വേർത്തോളണമെന്നില്ല. ഇതിന്റെ രണ്ടിന്റെയും ഹൈക്ക് ശരീരത്തിൽ വരുമ്പോഴേക്കും ശരീരം തന്നെ കൺഫ്യൂസ്ഡ് ആയി പോവാണ്. അങ്ങനെ ഒരു ലെവലിലോട്ട് എത്തുമ്പോഴേക്കും നമുക്ക് ബോഡിയിൽ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ടും കൂടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതാണ് ഏറ്റവും ആദ്യത്തെ ലക്ഷണം. ഏർലി പ്രഗ്നൻസി സമയത്തായിരിക്കും നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. കാരണം ആ ഒരു ഹോർമോൺ ചേഞ്ചുമായിട്ട് നമ്മുടെ ശരീരം പൊരുത്തപ്പെട്ട് തുടങ്ങുന്നത് ആ ഒരു ഏർലി പ്രഗ്നൻസിയുടെ ഫസ്റ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒക്കെ മാസം കഴിയുമ്പോഴായിരിക്കും കേട്ടോ ഉണ്ടാകുന്നത്. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നതാണ് കേട്ടോ. പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിയുമ്പോഴേക്കും യൂട്രസിലോട്ട് മാത്രമല്ല നമ്മുടെ എല്ലാ ശരീരാവയവങ്ങളിലോട്ടുമുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാറുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബ്ലഡ് സെൽസിന്റെ ഒരു ഫ്ലോ ഒക്കെ ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് അത് ഡൈല്യൂട്ട് ആവുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു വാർമിംഗ് എഫക്റ്റ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്ററിലായിരിക്കും. സെക്കൻഡ് ഒക്കെ ആകുമ്പോഴേക്കും ബോഡി അതുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് തുടങ്ങും കേട്ടോ. മൂന്നാമത് ഈ ഒരു സിംറ്റം ഉണ്ടാകുന്നത് തൈറോയിഡിന്റെ ഇഷ്യൂ ഉള്ളവർക്കാണ്. തൈറോയിഡിന്റെ ലെവൽ ഭയങ്കരമായിട്ടും കൂടുതലായി പോകുമ്പോൾ അത് കൺട്രോളിലല്ല നിങ്ങൾക്കെങ്കിൽ തൈറോയിഡ് ഉള്ള ഒരാൾക്കും ഈ ഒരു പ്രഗ്നൻസി ലക്ഷണം ഈസിലി ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. തൈറോയിഡ് ഉള്ള ഒരുപാട് പേരുടെ സംശയമാണ് ഇതുണ്ടെങ്കിൽ പ്രഗ്നന്റ് ആകില്ലേ എന്നുള്ളത്. തൈറോയിഡിന്റെ മെഡിസിൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണമല്ലോ, ലൈഫ് ലോങ് നമ്മൾ ആ ഒരു മെഡിസിൻ എടുക്കുക. അതുപോലെ തന്നെ തൈറോയിഡ് കുറച്ചൊന്ന് മെഡിസിൻ കഴിക്കുമ്പോൾ തന്നെ അതൊന്ന് കൺട്രോൾഡ് ആയി തുടങ്ങും. ഒപ്പം നിങ്ങൾ പ്രഗ്നൻസി നോക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ പ്രഗ്നൻസി കിട്ടാനായിട്ട് അത് സഹായിക്കും കേട്ടോ.
അടുത്ത നാലാമത്തെ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് പ്രൊജസ്ട്രോണിന്റെ സപ്ലിമെന്റ്സ് എടുക്കുന്നവർക്കാണ്. പ്രൊജസ്ട്രോൺ ഗുളിക ചിലപ്പോൾ ഡോക്ടേഴ്സ് ഒക്കെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 14 ഡേയ്സ് 15 ഡേയ്സ് ഒക്കെ കഴിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്ന ആളുകൾക്കും ഈ ഒരു ലക്ഷണം കൂടുതലായിട്ടും അനുഭവപ്പെടാറുണ്ട്. പ്രൊജസ്ട്രോണിന്റെ ചിലപ്പോൾ ഈ ഒരു പ്രഗ്നന്റ് ആയിട്ടില്ലെങ്കിൽ കൂടി തന്നെയും ഈ ഒരു മെഡിസിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിൽ ശരീരം ചൂടാകുന്നത് പോലെയൊക്കെ അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചൂട് നിങ്ങൾക്ക് കൂടുന്ന ഒരു സമയത്ത് നിങ്ങൾ കഴിവതും ഒരുപാട് ടൈറ്റ് ഇല്ലാത്ത ഡ്രസ്സ് ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ കിടക്കുന്ന സമയത്താണെങ്കിലും ജസ്റ്റ് നൈറ്റി മാത്രം ധരിച്ചിട്ട് നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ, അതായത് ഒരുപാട് ടൈറ്റിൽ അടിപ്പാവടെ ഒന്നും കെട്ടി വെക്കാതൊക്കെ നമ്മൾ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ഒരു റിലാക്സേഷൻ നമുക്ക് കിട്ടും. ഇത് ബോഡി ഓൾറെഡി ടൈറ്റ് ആയിട്ട് നിൽക്കുമ്പോഴേക്കും നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ കൂടുതൽ ധരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് കുറച്ചുകൂടി ബുദ്ധിമുട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. രാത്രി കിടക്കുന്ന സമയത്തല്ല നിങ്ങൾ വെള്ളം കുടിക്കേണ്ടത്, ഒരു സൂര്യാസ്തമനത്തിന് മുൻപായിട്ട് നിങ്ങൾ വെള്ളം ധാരാളം കുടിക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആ ഒരു ടെമ്പറേച്ചർ ബോഡിയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും കേട്ടോ. ഒപ്പം നമ്മൾ ഈ ബ്ലഡ് ഫ്ലോ കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ ഫിസിക്കലി ഒന്ന് ആക്റ്റീവ് ആകാനായിട്ട് ശ്രദ്ധിക്കുക. ഫോർട്ടിലിറ്റി എക്സസൈസുകളൊക്കെ ചെയ്യുക. അപ്പോൾ ആ ബ്ലഡ് സർക്കുലേഷന്റെ ആ ഒരു ചേഞ്ചസുമായിട്ട് നമുക്ക് ഒരുപാട് എളുപ്പത്തിൽ പൊരുത്തപ്പെട്ട് പോകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഏറ്റവും ആദ്യം ഉണ്ടാവുന്ന പ്രഗ്നൻസി ലക്ഷണം. ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ശരീരത്തിലെ ഷുഗർ ലെവൽ കുറവാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. രണ്ടാമത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഉറക്കക്കുറവ്. പല ആളുകൾക്കും രാത്രി കിടക്കുന്ന സമയത്ത് പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഉറക്കക്കുറവ് നല്ലതുപോലെ അനുഭവപ്പെടാറുണ്ട്. ഈ ഉറക്കക്കുറവ് നമുക്ക് ഉണ്ടാവുന്നത് പലതരത്തിലുള്ള സിറ്റുവേഷൻസ് കൊണ്ടാണ്. ഏറ്റവും ആദ്യം നമുക്കിപ്പോൾ രാവിലെ സമയങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു, ഹാർട്ട് ബേൺ ഉണ്ടായിരുന്നു, നെഞ്ചിരിച്ചിലുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് മുൻപോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഡിസ്കംഫേർട്ട് വെച്ചിട്ട് നമുക്ക് ഉറങ്ങാനായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. അതുപോലെ തന്നെ ചില ആളുകൾക്ക് പ്രഗ്നൻസി സിംറ്റം ആയിട്ടുള്ള ഫ്രീക്വന്റ് യൂറിനേഷൻ ഉണ്ടാവുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് യൂറിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി. ഇതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഉറക്കക്കുറവ് രാത്രിയിൽ ഉണ്ടാകും. കാരണം എപ്പോഴും എഴുന്നേറ്റ് മൂത്രം ഒഴിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോഴേക്കും നമുക്ക് ആ പ്രശ്നം ഉണ്ടാകാം. അതുപോലെ തന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പ്രഗ്നൻസി ലക്ഷണമായിട്ടുള്ള ഹോട്ട് ഫ്ലാഷസ്, അതായത് നമ്മുടെ ശരീരം ഭയങ്കരമായിട്ട് ചൂട് വരിക. അങ്ങനെ വരുന്ന സമയത്ത് ചില ആളുകൾക്ക് അതുമായിട്ട് പൊരുത്തപ്പെട്ട് ഉറങ്ങാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പറഞ്ഞ് കിടക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, നമുക്ക് ഉറക്കക്കുറവ് അനുഭവപ്പെടും കേട്ടോ. അതുപോലെ ചില ആളുകൾക്ക് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്ലീപ്പിംഗ് പൊസിഷൻ ഉണ്ടാവും. ചിലർക്ക് കമന്ന് കിടക്കാനായിരിക്കും ഇഷ്ടം, ചിലർ നേരെ കിടക്കാനായിരിക്കും ഇഷ്ടം. പക്ഷെ പ്രഗ്നൻസി സമയത്ത് നമ്മൾ ഒരുപാട് നേരം നേരെ കിടന്നാലും ഒരുപാട് നേരം കമിഴ്ന്ന് കിടന്നാലും അത് ശരീരത്തിന് നല്ലതല്ല. ഒരുമാതിരി ഒരു സ്റ്റേജിലോട്ട് എത്തുമ്പോൾ നമുക്ക് കമിഴ്ന്ന് കിടക്കുന്ന കാര്യത്തെ പറ്റി ചിന്തിക്കാനേ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ പ്രഗ്നൻസി സപ്പോർട്ടിംഗ് ആയിട്ടുള്ള പില്ലോസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാനായിട്ട് പറ്റും കേട്ടോ. അതല്ലാത്ത സിറ്റുവേഷൻസ് ഉള്ള ആളുകൾക്ക് ഇപ്പോൾ അങ്ങനെ ഉറങ്ങി ശീലിച്ചവർക്ക് പെട്ടെന്ന് ആ ഒരു ചേഞ്ചസ് വരുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ടും ഉറക്കക്കുറവ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ മാക്സിമം നൈറ്റ് ടൈമിൽ കംഫർട്ടബിൾ ആയിട്ട് കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക. രാത്രി നിങ്ങൾക്ക് ഉറക്കക്കുറവ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉറക്കം കിട്ടിയിട്ടില്ല എങ്കിൽ അതിന്റെ ഭാഗമായിട്ട് പിറ്റേ ദിവസം സിംറ്റംസ് ഭയങ്കര ഹെവി ആയിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഭയങ്കരമായിട്ടുള്ള വോമിറ്റിംഗ് ഉണ്ടാകും, ഗ്യാസ് ട്രബിൾ ഉണ്ടാകും, അതുപോലെ തന്നെ ഭയങ്കര തേഴ്സ്റ്റി, അല്ലെങ്കിൽ ദാഹം ഭയങ്കരമായിട്ടുണ്ടാകും. അതുകൊണ്ട് പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീകൾ കംപ്ലീറ്റ് ആയിട്ട് 8 മണിക്കൂർ ഉറങ്ങുന്നുണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഉറപ്പ് വരുത്തണം കേട്ടോ. ഈ ഉറക്കക്കുറവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കഴിവതും നിങ്ങൾ ആ ഒരു ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപായിട്ട് ഇതുപോലെ ഫോണൊക്കെ മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഹസ്ബൻഡിനോട് കാലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് തരാനായിട്ട് പറയുക. നല്ല രീതിക്ക് നമുക്ക് മസാജ് കിട്ടുമ്പോഴേക്കും എളുപ്പത്തിൽ കിടന്നുറങ്ങാനായിട്ട് പറ്റും. അതുപോലെ നമ്മൾ കാല് ഇങ്ങനെ ഉറക്കക്കുറവ് ഉണ്ടാവുന്നവരാണെങ്കിൽ കാല് കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് സോക്ക് ചെയ്ത് വെക്കുന്നത്, അത് എപ്സം സോൾട്ട് ഉണ്ട്. എപ്സം സോൾട്ടിനെ പറ്റിയിട്ട് ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും മാഗ്നീഷ്യത്തിന്റെ ലെവൽ വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് എപ്സം സോൾട്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ കാലിൽ ഉപ്പ് വെള്ളത്തിലിട്ട് നമ്മൾ കാല് മുക്കി വെക്കുന്നതും ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും കേട്ടോ. ഇനി എപ്സം സോൾട്ട് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സാധാ ഒരു ചെറു ചൂടുവെള്ളത്തിൽ നിങ്ങൾ കാല് മുക്കി വെച്ചിട്ട് ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുന്നത് ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒരുപാട് സഹായിക്കും കേട്ടോ. അടുത്ത രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രഗ്നൻസി ലക്ഷണമാണ് ഈ വിവിഡ് ഡ്രീംസ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള വിചിത്രങ്ങളായിട്ടുള്ള സ്വപ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത്. രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ലക്ഷണങ്ങൾ കടന്നു വരുന്നത് കേട്ടോ. ചിലർക്ക് ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയത്തും ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാം. അപ്പോൾ ഇതുണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ്. ഇതുകൊണ്ട് പലർക്കും മൂഡ് സിങ്സ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മുടെ മൂഡിൽ പലപ്പോഴും വ്യത്യാസം ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് ഒരു ബ്രെയിനിന്റെ ഒരു പ്രോസസ്സിനെ ആദ്യ സമയങ്ങളിൽ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതുപോലെ വിവിഡ് ആയിട്ടുള്ള പല ഡ്രീംസും നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ചില ആളുകൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് രാത്രിയിലൊക്കെ ഉറക്കക്കുറവുള്ളത് കൊണ്ടാണ്. ചിലപ്പോൾ നമുക്ക് ഉറങ്ങുന്നതിന്റെ ഒരു ഡീപ്പായിട്ട് ഉറങ്ങുന്നതിന്റെ ഒരു ലെങ്ത് ഭയങ്കര കുറവായിരിക്കും. നമ്മൾ കണ്ണടച്ച് കിടക്കുന്നുണ്ട്, പക്ഷെ ഡീപ്പായിട്ട് നമ്മൾ ഉറങ്ങിയിട്ടില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മളെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണാൻ വേണ്ടിയിട്ടും അതുപോലെ എന്താ പറയാ, നല്ലത് നമുക്ക് ഗുഡ്നെസ് കൊണ്ടുവന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നതൊക്കെ വളരെയധികം കുറവായിരിക്കും കേട്ടോ. ഈ ഉറക്കം നമ്മൾ പ്രോപ്പറായിട്ട് ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ഹോർമോൺസിന്റെ പ്രവർത്തനമൊക്കെ നടക്കും. അതിന്റെ ഭാഗമായിട്ട് ഈ വിവിഡ് ഡ്രീംസ് ഒക്കെ ഉണ്ടാകുന്നതൊക്കെ കുറയും കേട്ടോ.
അടുത്തൊരു ബുദ്ധിമുട്ട് ഇങ്ങനെ ഉണ്ടാവുന്നത് നമ്മളിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെയാണ്. ചിലർ പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം മുതലേ ആലോചന തുടങ്ങും. കാരണം ചില ആളുകൾക്ക് ഫസ്റ്റ് പ്രഗ്നൻസി ഓൾറെഡി നഷ്ടമായി പോയവരായിരിക്കും, ചിലപ്പോൾ അബോഷനായി പോയവരായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ആ വീക്കിലോട്ട് അടുത്തോണ്ടൊക്കെ ഇരിക്കുമ്പോഴേക്കും മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന ടെൻഷൻ ഭയങ്കരമാണ്. ഏകദേശം ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ പറയുന്നുണ്ട് പ്രഗ്നന്റ് ആയിരിക്കും പക്ഷെ ഒന്ന് സന്തോഷിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് ചാനലിൽ. അതായത് 6 ആഴ്ച എത്തി കുഞ്ഞിന് നഷ്ടമായി പോയവരുണ്ട്, 8 ആഴ്ച എത്തിയിട്ട് നഷ്ടമായി പോയവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർ 6 ആഴ്ചയും 8 ആഴ്ചയും സെക്കൻഡ് പ്രഗ്നൻസിയിൽ എത്തുമ്പോഴേക്കും ഭയങ്കര ടെൻഷൻ ആയിരിക്കും. രണ്ടാമത് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഈ ഒരു ആഴ്ച കടന്നു കിട്ടാനായിട്ട് നമ്മൾ ഒരുപാട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഈ സ്ട്രെസ്സും ആൻസൈറ്റിയും പ്രഗ്നൻസി സമയത്ത് നമുക്ക് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണാനായിട്ട് തുടങ്ങും. നമുക്ക് പ്രഗ്നൻസി നഷ്ടമായി പോയെന്നോ കുഞ്ഞിനെ നമുക്ക് കിട്ടില്ലാന്നോ അങ്ങനെയുള്ള തരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ നമ്മൾ ഇതിങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകും. ആ സമയത്ത് നിങ്ങൾ കഴിവതും മൈൻഡ് കൂളാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും ആദ്യം നിങ്ങൾക്കൊരു അബോഷൻ ഉണ്ടായവരാണ് നിങ്ങളെങ്കിൽ മസ്റ്റായിട്ട് മനസ്സിലാക്കുക ഫസ്റ്റ് പ്രഗ്നൻസി പോലെ ആയിരിക്കില്ല രണ്ടാമത് നമുക്ക് ചിലപ്പോൾ ഉണ്ടാവുന്നതിന് അതിന്റെ ഒരു സൂചനയും നമുക്ക് ഉണ്ടാവില്ല. കംപ്ലീറ്റ് നമ്മൾ ഹാപ്പി ആയിട്ട് ആ ഒരു ഫുൾ പ്രഗ്നൻസി ടൈം നമുക്ക് കടന്നു പോകും. നമ്മൾ ഓൾറെഡി ഒരു മിസ്കാരേജിന്റെ ഹിസ്റ്ററി ഉള്ള ഒരാൾക്ക് രണ്ടാമതും അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഒരു മോളാർ പ്രഗ്നൻസിയിലാണ്. അതും നമുക്ക് വരുന്നത് ഒരു വർഷത്തിനകത്ത് തന്നെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാലാണ് അത് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ്. അങ്ങനെയും അല്ലാതെ ഡോക്ടർ പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഒരു അബോഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകാനായിട്ടൊരു ചാൻസ് ഇല്ല കേട്ടോ. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, ഹസ്ബൻഡോ നിങ്ങൾക്കോ മറ്റുള്ള അബ്നോർമാലിറ്റീസ് ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പ്രഗ്നൻസി സമയത്ത് കഴിവതും സ്ട്രെസ്ഡ് ആവാതെ ആൻസൈറ്റി ഉണ്ടാവാതെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിയിരിക്കാതെ മദർഹുഡ് എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉറക്കം കിട്ടും, വിവിഡ് ഡ്രീംസ് ഒക്കെ നിങ്ങളിൽ നിന്ന് പോകും കേട്ടോ. ഇതൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങൾ. ഇനി ഒരുപാട് ഉണ്ടാവുന്നുണ്ട്, ഫ്രീക്വന്റ് യൂറിനേഷൻ ഉണ്ടാവുന്നുണ്ട്, അതുപോലെ ചിലർക്ക് രാത്രി ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഹാർട്ട് ബേൺ ഉണ്ടാവുന്നുണ്ട്, ചിലർക്ക് രാത്രി ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴേക്കും പിന്നെയും കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വയറും നെഞ്ചും ഒക്കെ എരിയാറുണ്ട്. അതെല്ലാം നമുക്ക് ഗ്യാസിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതുകൊണ്ടാണ്. അതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് വോമിറ്റിംഗ് ആണെങ്കിലും ഹാർട്ട് ബേൺ ആണെങ്കിലും പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ വാക്കിംഗ് ചെയ്യുക, മൈൽഡായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വീട്ടു ജോലികൾ ചെയ്യുക. ഡോക്ടർ ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കുക. യൂറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ബാത്റൂമിലോട്ട് നമ്മൾ എഴുന്നേറ്റ് പോവുക കേട്ടോ. ചില ആളുകളോട് അതുപോലും ചെയ്യരുതെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. എൻ്റെയർ 9 months ബെഡിൽ കിടന്ന് അപ്പോൾ മൂത്രമൊഴിക്കുന്നതാണെങ്കിലും മോഷൻ പോകുന്നതാണെങ്കിലും ബെഡിൽ തന്നെ കിടന്നു പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അത്രയും സാക്രിഫൈസ് ചെയ്തിട്ട് ഒരു കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊന്നും ആലോചിച്ച് വിഷമിക്കാതെ ആ സമയം എൻജോയ് ചെയ്യാനായിട്ട് നോക്കുക. ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കുക, ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.